വയനാട് മുള്ളൻകൊല്ലിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി വിതച്ച കടുവ കൂട്ടിലായി. ദിവസങ്ങളായി മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്നലെ മുള്ളൻകൊല്ലി ടൗണിലും കടുവ ഇറങ്ങിയിരുന്നു. ദൃശ്യങ്ങളിലേക്ക്. അരുൺ പാറയ്ക്കൽ വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എത്രയിടങ്ങളിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു? ഇപ്പോൾ ഈ കടുവയുടെ ആരോഗ്യനില എങ്ങോട്ടേക്ക് മാറ്റാനാണ് വനം വകുപ്പ് ആലോചിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, കഴിഞ്ഞ ഒരു മാസമായി ഈ പ്രദേശത്ത് മുള്ളൻകൊല്ലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും കടുവ ഭീതി വിതയ്ക്കുന്നുണ്ട്. 4 ഇടങ്ങളിൽ ഈ കടുവയ്ക്കായി വനം വകുപ്പ് കൂടി സ്ഥാപിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് മുള്ളൻകൊല്ലി ടൗണിനോട് ചേർന്നുള്ള പള്ളിയിലേക്ക് രാവിലെ 5:45 കൂടി കുർബാനയ്ക്ക് പോകുന്നവരാണ് ഈ കടുവയെ കണ്ടത്. അതിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു കാളക്കുട്ടിയെ കടുവ പിടിക്കുന്ന ഒരു സാഹചര്യവും ഇന്നലെ ഉണ്ടായി. 4 ഇടങ്ങളിൽ കടുവയ്ക്കായി വനം വകുപ്പ് കൂടി സ്ഥാപിച്ചിരുന്നു. ഇതിൽ വാടാനക്കവലയ്ക്ക് സമീപം വനമൂലിക ഫാക്ടറിക്ക് അടുത്ത് സ്ഥാപിച്ച കൂട്ടിലാണിപ്പോൾ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ കടുവ കുടുങ്ങിയിരിക്കുന്നത്. കടുവയ്ക്ക് അധികം പ്രായമില്ലെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഇനി കടുവയുടെ ആരോഗ്യനിലയൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ കുപ്പാടിയിൽ, അതായത് സുൽത്താൻ ബത്തേരി കുപ്പാടിയിലുള്ള കടുവ സംരക്ഷണ കേന്ദ്രത്തിലേക്ക്, മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഈ കടുവയെ മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കടുവയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അതിനുശേഷം നിലവിൽ 7 കടുവകൾ അവിടെയുണ്ട്. 5 കടുവകൾക്ക് താമസിക്കാനുള്ള സ്ഥലം മാത്രമേ ഈ കുപ്പാടിയിലുള്ളൂ. അതുകൊണ്ട് ഒരുപക്ഷെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൃശ്ശൂരിലേക്ക്, പുത്തൂരിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. വേണു, എന്തായാലും നിലവിൽ പ്രദേശത്തെ ഭീതി ഒഴിഞ്ഞിട്ടുണ്ട്. 1 മാസത്തോളമായി ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു ഭീതി മുള്ളൻകൊല്ലിയിൽ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് ഈ മുള്ളൻകൊല്ലി ടൗണിലാണ്, വനമേഖലയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരമുണ്ട് ഈ മുള്ളൻകൊല്ലി ടൗണിലേക്ക്. ഈ മുള്ളൻകൊല്ലി ടൗണിലാണ് ഇന്നലെ രാവിലെ കടുവ ഇറങ്ങി ഭീതി വിതച്ചത്. ഒരു കാളക്കുട്ടിയെ കൊല്ലുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഭീതി ഒഴിഞ്ഞിട്ടുണ്ട്. കടുവ കൂട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ്. കടുവയെ അല്പസമയത്തിനകം തന്നെ കുപ്പാടിയിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വേണു, അരുൺ, നാട്ടുകാർക്ക് വലിയ ആശ്വാസമായോ? നാട്ടുകാരുടെ പ്രതികരണം ലഭ്യമാണോ? മാത്രമല്ല, ഈ കടുവ ഭീതി വിതച്ചു, ഇതിനെ വെടിവെച്ചു കൊല്ലണം, ഉത്തരവിറങ്ങിയത് തന്നെ വലിയ പ്രതിഷേധത്തിന് ശേഷവും കാലതാമസം എടുത്തിട്ടാണെന്നൊക്കെ നാട്ടുകാർക്ക് പരാതി ഉണ്ടായിരുന്നതല്ലേ? വേണു, ഈ മുള്ളൻകൊല്ലി, പുൽപ്പള്ളി ഭാഗങ്ങളിൽ കടുവകളുടെ സാന്നിധ്യം, അതായത് പ്രത്യേകിച്ച് ഈ കർണാടക നാഗർഹോള വനമേഖലയിൽ നിന്ന് കടുവകൾ ഈ കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നു എന്ന വലിയ രീതിയിലുള്ള പരാതികൾ നാട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടതാണ്. ഈ പുൽപ്പള്ളി ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ പുൽപ്പള്ളി, 56, ആശ്രമംകൊല്ലി, താനിത്തെരുവ്, കുറിച്ചിപ്പറ്റ, മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ സ്വരബി കവല എന്നീ പ്രദേശങ്ങളിലൊക്കെ തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കടുവയ്ക്കായി കൂടും സ്ഥാപിച്ചിരുന്നു. ഇന്നലെ ഏറ്റവും ഒടുവിൽ നെയ്ക്കൂപ്പ പ്രദേശത്ത് കടുവ ഇറങ്ങി ഒരു പോത്തിനെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ 2 ക്യാമറകൾ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിനായി വനം വകുപ്പ് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും വയനാട് ജില്ലയിലെ പല ഭാഗങ്ങളും, ഈ അതിർത്തി പ്രദേശങ്ങൾ, കർണാടകയോട് ചേർന്ന് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ, പഞ്ചായത്തുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്തായാലും നാട്ടുകാരുടെ ഭീതി ഇപ്പോൾ ഒഴിഞ്ഞിട്ടുണ്ട്. ഈ മുള്ളൻകൊല്ലി ടൗണിനോട് ചേർന്ന് ഇറങ്ങുന്ന കടുവയാണ്. ഇത് ഒരു കടുവ മാത്രമാണ് ഈ പ്രദേശത്ത് ഉള്ളൂ എന്നാണ് വനംവകുപ്പ് പറയുന്നത്. മറ്റുള്ള കടുവകൾ ഈ സുരബിക്കവല, താനിത്തെരുവ് പ്രദേശങ്ങളിലാണ്, പുൽപ്പള്ളി മേഖലകളിലാണ് കൂടുതലായും കടുവകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അവിടെ 1-ലധികം കടുവകൾ ഉണ്ട് എന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കടുവയെ പിടികൂടിയിരിക്കുന്ന, കടുവ കൂട്ടിലകപ്പെട്ടിരിക്കുന്ന ഈ വാടാനക്കവല, അതായത് മുള്ളൻകൊല്ലി പഞ്ചായത്താണ്. ഈ പ്രദേശത്ത് ഒരു കടുവ മാത്രമാണ് ഉള്ളതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ നാട്ടുകാരുടെ ഭീതി ഒഴിഞ്ഞിട്ടുണ്ട്. വേണു, ശരി. അരുൺ പാറയ്ക്കലാണ് വയനാട്ടിൽ നിന്നും വിശദമായി വിവരങ്ങൾ നൽകിയത്.